കേന്ദ്ര നിർമ്മല സീതാരാമനോട് എന്തുകൊണ്ട് നമ്മുടെ ധനമന്ത്രി സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു? അത് പാടില്ലല്ലോ, BJP കാരിയല്ലേ അവര്, അയിത്തമില്ലേ അവിടെ? എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കെയറയിലിന് വേണ്ടി ആവശ്യപ്പെട്ടു നമ്മുടെ മുഖ്യമന്ത്രി? എന്റെ അയിത്തം അവിടെ വന്നില്ല. നിതിൻ ഗഡ്കരിയുമായിട്ട് ചർച്ച നടത്തുമ്പോൾ എന്റെ അയിത്തം വരുന്നില്ല. ശ്രീ രാജേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാർത്തകൾ ശ്രദ്ധിക്കപ്പെട്ട മേയറാണ് ശ്രീ ആര്യ രാജേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയാണ് തൃശ്ശൂരിലെ മേയർ. ഇപ്പോൾ ഈ മണിക്കൂർ പുറത്തു വരുന്ന വാർത്തയാണ് തൃശ്ശൂർ മേയർ രാജിവെച്ച് പാർട്ടിയിൽ തുടരണം എന്നാണ് CPI പറയുന്നത്. അല്ല, രാജിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതാണോ? അല്ലല്ലോ. ഇല്ല, രാജിവെച്ച് പാർട്ടി ഇതിന് തുടരണം എന്ന് പറയുന്നുണ്ട്. ഉണ്ടല്ലേ? ആ, രാജിവെച്ചതായിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ നമുക്ക് അതില്? ഇല്ല 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 ഇല്ലില്ല. അപ്പൊ അദ്ദേഹം രാജിവെക്കാനുള്ള ഒരു ആലോചനയില്ല. കാരണം ആരായാലും ആത്മാഭിമാനമുള്ള ആരും രാജിവെച്ചു എന്തുമാത്രം സമ്മർദ്ദം ഉണ്ടാകുന്നു? എന്ത് തെറ്റാ ചെയ്ത്? അദ്ദേഹം മോഷിച്ചോ, അഴിമതി നടത്തിയോ, സ്വർണ്ണക്കടത്ത് നടത്തിയോ? ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ആവശ്യത്തെ ബന്ധത്തിൽപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പോക്സോ കേസോ അങ്ങനെയുള്ള കേസുകളോ ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീ പീഡനത്തിലുള്ള കേസ് പലർക്കും എതിരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പരിശുദ്ധ പുണ്യാളന്മാരായിട്ട് പാർട്ടിയിൽ തന്നെ കടന്നുപോയിട്ടുണ്ടല്ലോ എത്രയോ പേര്, പ്രമുഖന്മാർ പലരും. എന്നെ കണ്ടാൽ അറിഞ്ഞോ കെണ്ണം കെട്ടാണെന്നുള്ള മട്ടില്. അതുപോലെ എന്തെങ്കിലും ഒരു ആരോപണം ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടോ? ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഒരേ ഒരു ആരോപണം എന്താ? എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തെ തള്ളുന്നത്, പുറത്തുള്ള തീരുമാനിക്കുന്നത്? അദ്ദേഹം സുരേഷ് ഗോപി MPയുമായിട്ട് ഒരു വേദി പങ്കിട്ടു. തൃശ്ശൂരിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. അല്ലാതെ അദ്ദേഹത്തിന് BJPയിലേക്ക് പോകാനുള്ള വഴി തുറക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചർച്ചയല്ല EP ജയരാജൻ TP നന്ദകുമാറുമായിട്ട് നടത്തിയിട്ടുള്ളത് പോലെ നടത്തിയിട്ടുള്ളത്. അതിനെന്തിനാ അദ്ദേഹത്തിന് ഇത്രയധികം പ്രഷർ? CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ ജില്ലാ കമ്മിറ്റികളിലെ നേതാക്കളിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ വരുന്നത് അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? സുരേഷ് ഗോപി എന്ന സിനിമാ നടനായിട്ടോ BJPക്കാരനായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ അക്രീതദാസനായിട്ടോ അല്ല അവിടെ ചെന്നത്. തന്റെ മണ്ഡലമായ തൃശ്ശൂരിലാണ് ചെന്നത്. അദ്ദേഹത്തിന് അവിടുത്തെ അവിടുത്തെ മേയറുമായിട്ട് അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഒക്കെ ബന്ധപ്പെടേണ്ടതായിട്ട് വരും. രാജ്യത്തിന്റെ അർപ്പിച്ചിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ നിറവേറ്റാൻ ആർക്കാണ് തടയാൻ പറ്റുന്നത്? ഒരു CPM എന്ന് പറയുന്ന ഒരു കക്ഷി BJPയോട് ഐക്യമുണ്ടെന്നും പറഞ്ഞത് തടയാൻ പറ്റുമോ? പണ്ടൊക്കെ തമ്പുരാന്മാർ തങ്ങളുടെ കുട്ടികള് ദലിത കുട്ടികളുമായിട്ട് കളിക്കുകയോ കുളിക്കുകയോ പുറത്തു പോവുകയോ ചെയ്താൽ അവരെ ശിക്ഷിക്കുന്നത് പോലൊരു ശിക്ഷ ഇപ്പോ വർഗീസിനെതിരെ നടത്താൻ ശ്രമിക്കുകയാണ്. അതിന് വാളൊങ്ങുകയാണ് CPM ചെയ്ത് തേടിപ്പിടിച്ചു കളയും. മീശ ചുരുട്ടിക്കാണിക്കുക, കണ്ണുരുട്ടി കാണിക്കുക. എന്ത് മര്യാദയാണിത്? അതൊക്കെ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നിർമ്മല സീതാരാമനോട് എന്തുകൊണ്ട് നമ്മുടെ ധനമന്ത്രി സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു? അത് പാടില്ലല്ലോ, BJP കാരിയല്ലേ അവര്, അയിത്തമില്ലേ അവിടെ? എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കെയറയിലിന് വേണ്ടി ആവശ്യപ്പെട്ടു നമ്മുടെ മുഖ്യമന്ത്രി? എന്റെ അയിത്തം അവിടെ വന്നില്ല. നിതിൻ ഗഡ്കരിയുമായിട്ട് ചർച്ച നടത്തുമ്പോൾ എന്റെ അയിത്തം വരുന്നില്ല. പിന്നെ സുരേഷ് ഗോപിയുമായിട്ട് തൃശ്ശൂർ മേയർ ചർച്ച നടത്തുമ്പോൾ അയിത്തം എങ്ങനെയാണ് വരുന്നത്? അവിടെ അവർക്കൊരു സീറ്റ് കിട്ടിയതിന്റെ അക്കൗണ്ട് തുറന്നതിന്റെ അതൊരു പകപോക്കലോ, അതിന്റെ കൊതിക്കറും എന്താണ് ഇത് കാണിക്കുന്നത്? ഇങ്ങനെയാണോ ഈ നികൃഷ്ടമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത്? കൂപമണ്ഡൂകങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെയാണോ നിങ്ങളുടെ പാർട്ടി വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മറ്റൊരു കാര്യം, BJP സുരേഷ് ഗോപി തോപ്പിച്ച സുനിൽകുമാർ പറഞ്ഞാൽ തൃശ്ശൂർ മേയർ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് CPI പറഞ്ഞിരിക്കുന്നത്. സുനിൽകുമാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോ തോറ്റ് കഴിയുമ്പോൾ ഓരോരുത്തർ ഓരോ പഴി കണ്ടെത്തും. താങ്കൾ തോറ്റ് 3ാം സ്ഥാനം ഇന്നരാണ് ഇതിന്റെ കാരണം എന്നൊക്കെ പറഞ്ഞു. ഇത് വസ്തുതാപരമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള കഴിവ് അവിടുത്തെ പാർട്ടി കമ്മിറ്റികൾക്കുണ്ടല്ലോ. CPIയുടെ കമ്മിറ്റിക്കും അതുപോലെ തന്നെ CPMന്റെ കമ്മിറ്റിക്കും. അവരത് വിശകലനം ചെയ്തു വരികയാണല്ലോ. എവിടെയെങ്കിലും അദ്ദേഹം ഇതിനകത്ത് സുരേഷ് ഗോപിയെ സഹായിച്ചു എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പാർട്ടി പുറത്താക്കണം. അങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ. ഇപ്പം തരം താഴ്ത്തിയിട്ടുണ്ടല്ലോ G സുധാകരന്. അദ്ദേഹം പാർട്ടിക്കാരന് വേണ്ടി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടപടിയെടുക്കാമല്ലോ. അങ്ങനെ നടപടിയെടുക്കും. നിങ്ങൾ മേയർ സ്ഥാനത്ത് വന്നെന്തിനാ രാജിവെച്ചിരിക്കുന്നത്? നേരെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തും. അപ്പൊ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുമ്പോൾ തന്നെ തൃശ്ശൂർ മേയർ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് വെച്ചാൽ CPIയുടെ രാജി ആവശ്യം തനിക്ക് അറിയില്ല എന്നാണ് മേയർ പുറത്ത് പറയുന്നത്. മേയർ പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർ പറയുക. അവർ തോറ്റതിന് മറ്റുള്ളവരുടെ മേൽ പഴി ചാരിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു നാണംകെട്ട രാഷ്ട്രീയമാണ്. തമ്മിൽ തല്ലി അവസാന കാലത്ത് പിരിയുന്നത് പോലെ. അവസാന കാലത്ത്
സോവിയറ്റ് യൂണിയന്റെ നിലവിലില്ലാത്ത സോവിയറ്റ് യൂണിയന്റെ അവസാന കാലത്ത് അവിടുത്തെ CPSU നേതാക്കൾ തമ്മിലുണ്ടായിരുന്ന ഒരു പടരപിണക്കം പോലത്തെ ഒരു പിണക്കം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ മണ്ണിൽ ഊന്നിയുള്ള സാധാരണക്കാരിൽ ഊന്നിയുള്ള തങ്ങളുടെ അണികളായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഊന്നിയുള്ള രാഷ്ട്രീയത്തിലല്ല BJPയെ തകർക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ഉണ്ണിയാണ്. അതൊട്ട് നടക്കാനും പോകുന്നില്ല. അത് ഇന്നുമല്ല BJP അതിന്റെ സ്വാധീനവലയം വർദ്ധിക്കാനും പോവുകയാണ്. ഇതിപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനങ്ങൾ, മണ്ടൻ തീരുമാനങ്ങൾ എന്ന് ഞാൻ പറയും, എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക ബംഗാളിലെ പോലെ അവർക്ക് ഈ കേരളത്തിന്റെ ആ ചരിത്രത്തിൽ നിന്നുകൂടി നിഷ്കാദിക്കേണ്ടതായിട്ട് വരും ആ ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. അവർ സ്വപ്നം കാണുന്ന മണ്ണൊന്നുമല്ല കേരളം. മനസ്സ് ജനങ്ങളുടേത് വലുതായിട്ട് മാറിയിരിക്കുകയാണ്. ഇവരെ സഹിക്കെട്ടു ജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളതാണ്. പണ്ട് ഇവർ പറയുന്ന അടിസ്ഥാന വർഗമുണ്ടല്ലേ, അടിസ്ഥാന വർഗത്തിന്റെ വോട്ടുകൾ തന്നെ നഷ്ടപ്പെടും, അവർക്കും മനസ്സിലിരിക്കുന്നു. അത് കാരണം എന്താ, ഇവർ ഈ ഉന്നതന്മാരായിട്ട് വലിയ പോസ്റ്റ് കാറുകളിലൊക്കെ യാത്ര ചെയ്ത് ആഡംബര ഹോട്ടലുകളിലും താമസിച്ച് അത്തരം ഒരു രാഷ്ട്രീയത്തിലാണ് വിരമിച്ചു. പാർട്ടി ഇങ്ങനെ രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ തൃശ്ശൂർ മേയറിന് ഈ ആ പാർട്ടിയിൽ തുടരേണ്ട ആവശ്യമുണ്ട്. BJPയിലോട്ട് പോകുന്നതിൽ നല്ലത്. അല്ല, ആത്മാഭിമാനം മുറിവേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കും. ആർക്കാ നഷ്ടം ഉണ്ടാകുന്നു? അടുത്ത മേയർ സ്ഥാനം അവർക്ക് കിട്ടാതെ വരും. അതാണ് സംഭവിക്കുന്നത്. അവിടെ ഒന്നേ UDFന് പോകുക, അല്ലെങ്കിൽ BJPക്ക് തന്നെ പോയാലും അത്ഭുതം വരാനില്ല. അതുപോലെയാണ് സ്വയം അവർ സെൽഫ് ഗോളുകൾ അടിക്കുകയാണ്. ഞാൻ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞ EMS ആണ്, മറ്റാരുമല്ല. ആ EMSന്റെ മാർഗത്തിൽ നിന്നും അവർ വ്യതിചലിക്കുകയാണ്. ഈ ഐത്തം കൊണ്ടും കൂടായ്മ കൊണ്ടും കേരളത്തിലെ BJP അവർ ഈ തലവെട്ടി രാഷ്ട്രീയം കൊണ്ട് ഉന്മൂലന സിദ്ധാന്തം കൊണ്ട് BJPയെ തകർക്കാമെന്ന് വിചാരിച്ചു. നടന്നോ? ഇല്ലല്ലോ. ഇപ്പോ ഈ ഐത്ത രാഷ്ട്രീയം കൊണ്ട് BJPയെ തകർക്കാമെന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം MP യുടെ സഹായം കൂടി കേരളത്തിന് അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് കിട്ടാതെ പോകും. ആ സ്ഥിതിയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. അവിടെയാണിത്. സുരേഷ് ഗോപി ബലിയാടാക്കപ്പെടും. നിങ്ങൾ അതിന്റെ പേരില് നിങ്ങളുടെ വോട്ട് കുറയാനാകും. അതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ CPIയുടെ രാജി ആവശ്യം മേയർ ഏറ്റെടുക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നന്ദി ശ്രീ.